ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലച്ചു വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും പിന്നെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ എൻ്റെ ചാനൽ കണ്ടിട്ട് പറഞ്ഞു, നിൻ്റെ എന്താ പറയുക, എങ്ങനെയാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്, പാട്ട് പഠിച്ചിട്ടുണ്ടോ, അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നീ എന്ന് യൂട്യൂബിലിട് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ഞാൻ 6ാം ക്ലാസ് മുതലാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതുവരെ പാട്ട് പാടും, വെറുതെ ഇങ്ങനെ പാടുന്നല്ലാതെ ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 6ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ പഠിച്ചത് നിലമ്പൂരുള്ള ഗവൺമെൻറ് മോഡൽ UP സ്കൂൾ എന്നുള്ള സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ സ്കൂളിൽ എനിക്ക് ഒരു ടീച്ചറുണ്ടായിരുന്നു, ഉറുദു അധ്യാപികയായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അത് വസന്ത ടീച്ചർ എന്നാണ് ആ ടീച്ചറുടെ പേര്. അപ്പോൾ ആ ടീച്ചർ എനിക്ക് ഉറുദു ഗസൽ പഠിക്കാൻ വേണ്ടി തന്നു, യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കവിത അല്ലെങ്കിൽ ലൈറ്റ് മ്യൂസിക് അങ്ങനെയൊക്കെ കാസറ്റ് കേട്ട് പഠിക്കുന്ന, അന്ന് കാസറ്റാണ്, ഇന്നത്തെ വരി ഫോണൊന്നുമില്ല. അപ്പോൾ അത് കേട്ട് പഠിക്കുന്നല്ലാതെ പിന്നെ കേട്ട് പഠിച്ച് അങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിന് പാടും. അപ്പോൾ അത് കേട്ടിട്ട് ടീച്ചർ എന്നോട് ഇത് പറഞ്ഞു. അപ്പോൾ ഞാനത് പാടി, യൂത്ത് ഫെസ്റ്റിവലിന് പാടി. അപ്പോൾ ടീച്ചറാണ് എനിക്ക് പാടാനുള്ള കഴിവ് എന്നിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് ടീച്ചറാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ടീച്ചറാണ് എനിക്ക് നിലമ്പൂർ സുരേഷ് സാറിൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ടീച്ചർക്ക് അറിയാവുന്ന ഒരു സാറായിരുന്നു. അപ്പോൾ ഞാൻ സംഗീതം പഠിച്ചത് സാറിൻ്റെ അടുത്താണ്. ഞങ്ങൾ നിലമ്പൂർ തന്നെയാണ് സാറിൻ്റെ വീട്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. അങ്ങനെ സാറിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ സാറ് ഓക്കെ പറഞ്ഞു, അങ്ങനെ പാട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് അങ്ങനെ സാറിനെ ലൈറ്റ് മ്യൂസിക്കും അങ്ങനെയൊക്കെ പഠിപ്പിച്ച് തരും. യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കും, ഫസ്റ്റ് കിട്ടും, അങ്ങനെ വന്നു. പിന്നെന്താ പറയുക, ഒരു 10-15 വർഷം അദ്ദേഹത്തിൻ്റെ കീഴിൽ സംഗീതം അഭ്യസിച്ചു. കല്യാണം കഴിഞ്ഞും വലിയ മോളെ പ്രഗ്നൻ്റ് ആവണ വരെ ഒക്കെ പോയി. പിന്നെ കുട്ടിയൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ സാഹചര്യങ്ങൾ പോകാൻ പറ്റിയില്ല. അങ്ങനെ അതുവരെ ഒരു 15 വർഷമൊക്കെ പാട്ട് പഠിച്ചു. അതിൻ്റെ ഇടയിൽ ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെട്ടു. സാറിൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്ത് വർണ്ണം കീർത്തനം ഒക്കെ എത്തിയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വലിയ മോള് പ്രഗ്നൻ്റ് ആയപ്പോൾ പിന്നെ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ പാട്ട് പഠിത്തത്തിൻ്റെ നാൾ വഴികൾ. പിന്നെ ഞാൻ നീലാംബരി കലാവേദി എന്നുള്ള നിലമ്പൂരിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ട്രൂപ്പിലായിരുന്നു പാടിയിരുന്നത്. അതിൽ വന്നപ്പോഴാണ് ഞാൻ സിനിമാ പാട്ടുകൾ കൂടുതലായിട്ട് പഠിച്ചു തുടങ്ങിയത്. കാരണം ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാവും, ഒരു ദിവസം തന്നെ 1-2 പ്രോഗ്രാമൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പോകൽ തുടങ്ങിയപ്പോഴാണ് ഞാൻ സിനിമാ പാട്ടുകൾ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത്. അതുവരെ മറ്റേ കീർത്തനങ്ങളും വർണ്ണങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോവുമായിരുന്നു, ലൈറ്റ് മ്യൂസിക്, ഗ്രൂപ്പ് സോങ് അങ്ങനെയൊക്കെ. അപ്പോൾ ഏതായാലും ഒരുപാട് സിനിമാ പാട്ടുകൾ പഠിക്കാൻ പറ്റി. പഴയതുകൾ ആണ് എനിക്ക് പഴയ പാട്ടുകളാണ് ഏറെ ഇഷ്ടം കേട്ടോ. അതാണ് ഞാൻ വീഡിയോ പഴയ പാട്ടുകൾ അങ്ങനെ ഇടുന്നത്. പിന്നെ അങ്ങനെയൊക്കെയാണ് എൻ്റെ പാട്ട് പഠിക്കലിൻ്റെ കാലഘട്ടം. സാർ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തു കേട്ടോ. സാറിൻ്റെ കൂടെ നിർത്തി എന്നെ ഓരോ വേദികളിലും സാറിൻ്റെ ഒപ്പം നിർത്തി എന്നെ പഠിച്ചു. പിന്നെ ശാസ്ത്രീയമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുത്തി എന്നെ എന്താ പറയുക, സ്വന്തം മോളെ പോലെ എന്നെ പാട്ട് പഠിപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പഠിച്ച ഒരു കീർത്തനം പാടാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ, കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ, കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ, കരുണ ചെയ്വാനെന്തു താമസം
കൃഷ്ണ കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ കഴലീന കൈ തൊഴുന്നേ. അപ്പോൾ ഈ കീർത്തനം ഇരയിമ്മൻ തമ്മിയുടെ രചനയാണ്. പിന്നെന്താ, ആദിതാളമാണ്, ശ്രീരാഗമാണ് ഇതിൻ്റെ രാഗം. അപ്പോൾ കണ്ണനെ പറ്റിയുള്ള നല്ലൊരു കീർത്തനമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കീർത്തനം കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ സംഗീതത്തിൻ്റെ വിശേഷങ്ങൾ. ഒരുപാടുണ്ട്, ഇനിയും പറയാത്ത ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അതിനി വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുമ്പോൾ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ആകാശഗംഗാ തീരത്തിനപ്പുറം ആയിരം വെണ്ണക്കൽ മണ്ഡപം പൗർണമി തോറും ഒരേ ഗനാം ഗന്ധർവൻ പാടാനണയുന്ന മണ്ഡപം ആകാശഗംഗാ